ഖത്താറിൽ നിന്നും ഹമാസിന്റെ ലീഡേഴ്സ്, ആ തീവ്രവാദ കൂട്ടത്തിന്റെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മൊത്തം പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. അവരിപ്പോൾ പുതിയ ഒരു ഗോഡ് ഫാദറാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അത് തുർക്കിയിലെ തയ്യബ് എർദോഗനാണ്. പുള്ളിയാണ് ഇപ്പോൾ അവരുടെ ഒരു ഗോഡ് ഫാദർ. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രഷർ, USA ഖത്തറിന്റെ മേളിൽ നല്ല പ്രഷർ ഇട്ടിട്ടാണ് ഇവരെ, അതായത് ഖത്തർ 30 ദിവസം ടൈം ലൈൻ ചോദിച്ചിരുന്നു. ആ ടൈം ലൈൻ ഒന്നും ഇവിടെ യാതൊരു പ്രസക്തിയില്ല. ഒരു വാർ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും 30 ദിവസത്തെ ടൈം ലൈൻ ഒക്കെ എടുത്ത് കസാരയിട്ടിരുന്ന് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമല്ല, വളരെ സഡനായിട്ട് തന്നെ എടുക്കേണ്ട തീരുമാനമാണെന്ന് പറഞ്ഞ് ഖത്തറിന്റെ മേളിൽ USA നല്ല രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിയാണ് അവരെ ഇപ്പോൾ ഉടനടിയായിട്ട് തന്നെ പുറത്താക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ സൈഡിലുള്ള പ്രഷർ USA മേളിൽ നല്ല രീതിയിൽ വീണിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ഈ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടി നടന്നത്. ഈ 2-3 ദിവസം കൊണ്ട് ഈ ഒരു റീലൊക്കേഷൻ, ഈ ഹമാസ് തീവ്രവാദികളുടെ റീലൊക്കേഷനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഖത്തറിലും അത് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ അതിന്റെ കൺഫേം ആയിട്ടുള്ള ഡിസിഷൻ ഇന്നാണ് അവർ ഖത്തറിൽ നിന്നും തുർക്കിയിലോട്ട് എത്തിയത്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഖത്തറിൽ എങ്ങനെ ലക്ഷറി ആയിട്ട് ജീവിച്ചോ അതിനേക്കാളും അടിപൊളിയായിട്ടാണ് അവർ തുർക്കിയിൽ ജീവിക്കാൻ പോകുന്നത്. കാരണം തയ്യബ് എർദോഗന്റെ നിലപാടുകളും അയാളുടെ ഒരു പൊളിറ്റിക്കലും ആ ഒരു മതപരമായിട്ടുള്ള നിലപാടുകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യും, അതിനാണ് സാധ്യത. പക്ഷേ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത്, അവർക്ക് ഭീഷണി ഉണ്ടാവും. ഖത്തറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ഒരു ഹമാസ് ലീഡേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് US-ന്റെ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഖത്തറിനുള്ളത്. അപ്പോൾ അത് US-നും ഒരു പ്രശ്നമാണ്, അത് US-ന്റെ ഡിഫൻസിനും അതൊരു പ്രശ്നമാണ്. അതേപോലെ ഖത്തറിനും US-നും ഇടയിലുള്ള ഒരു ട്രസ്റ്റ് വർത്തി ഇഷ്യൂ വരും. കാരണം പല അറബ് രാഷ്ട്രങ്ങൾക്കും സെക്യൂരിറ്റി സിസ്റ്റം കൊടുത്തിരിക്കുന്നത് US ആണ്, സൗദി ഉൾപ്പെടെ. അപ്പോൾ ഇതേ സിറ്റുവേഷൻ നാളെ മറ്റുള്ള രാജ്യങ്ങൾക്കും വരാം എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യചിഹ്നമാവും. ഹ്യൂജ് ബിസിനസ് ആണ് ഈ അറബ് രാഷ്ട്രങ്ങളും ഈ അമേരിക്കയും തമ്മിലുള്ളത്, പ്രത്യേകിച്ച് ഈ ഡിഫൻസ് സെക്ടറിൽ, അതേപോലെ ഈ സെക്യൂരിറ്റി കൊടുക്കുന്ന ആ ഒരു കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് US കൃത്യമായിട്ട് തീരുമാനം എടുത്തിരിക്കുന്നത്, ഇത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ പറഞ്ഞത് പറഞ്ഞാൽ അവരെ തട്ടും, ഖത്തറിന്റെ ഉള്ളിൽ വെച്ചെങ്കിലും തട്ടും. അപ്പൊ അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് അവരെ നൈസിന് അവിടെ നിന്ന് കുത്തിച്ചാടി പുറത്താക്കിയത്. ഇപ്പൊ മാളത്തിൽ നിന്ന് പുറത്തെടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പൊ തുർക്കിയിലായിക്കോട്ട് ഇനി അവര് എവിടെ സഞ്ചരിച്ചാലും ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. ഖത്തറിലിരുന്ന പോലെ അത്ര സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റില്ല ഹമാസ് ലീഡേഴ്സിന്. അത് നമ്പർ 1. അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ, റഷ്യ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുമോ ഉക്രൈനെതിരെ എന്നുള്ളൊരു ഒരു വിലയിരുത്തൽ വരക്കെ നടക്കുന്നുണ്ട്. പക്ഷെ റഷ്യ അത്രമാത്രം ഒരു ന്യൂക്ലിയർ ബോംബ് എടുത്ത് ഉക്രൈൻ്റെ മേളിൽ ഉപയോഗിക്കാൻ മാത്രം വിഡ്ഢിയല്ല പുടിൻ. പുള്ളി കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജിക് ത്രെട്ടാണ് കൊടുക്കുന്നത്, ഒരു പേടിപ്പെടുത്തൽ അതാണ് കൊടുക്കുന്നത് ഉക്രൈനെതിരെ. കാരണം ട്രംപ് ഇനി ഒരു 40-45 ഡേയ്സിൽ US അഡ്മിനിസ്ട്രേഷനിൽ എത്തും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മാക്സിമം ഒരു അപ്പർ ഹാൻഡ്, ഒരു റഷ്യ ഉക്രൈൻ വാറിൽ മാക്സിമം ഒരു അപ്പർ ഹാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം സ്ഥലം കയറി പിടിക്കുക എന്നുള്ളതാണ് പുടിൻ്റെ ഒരു സ്ട്രാറ്റജി. അത് വെച്ചാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഇറാനിൽ നിന്ന് കുറച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യക്ക് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. UK, യൂറോപ്യൻ യൂണിയൻ, അതേപോലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അടുത്ത് ഒരു സാങ്ഷൻ വെച്ചിരിക്കുകയാണ്. അതായത് യൂറോപ്യൻ യൂണിയൻ ത്രൂ ആണ് ഈ ഒരു സാങ്ഷൻ വരുന്നത്. ഈ ഒരു സാങ്ഷൻ വരുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇവരുടെ ന്യൂക്ലിയർ പരിശോധിക്കാൻ വേണ്ടിയിട്ട് IAEA എന്ന് പറഞ്ഞൊരു ഏജൻസി വന്നായിരുന്നല്ലോ, അതായത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി എന്ന് പറഞ്ഞിട്ട്. അവർ വന്ന് പരിശോധിച്ചിട്ട് പോയിട്ട് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കൊടുക്കാനാണ് ഇരുന്നത്. പക്ഷേ ഇപ്പോൾ US-ൽ നിന്ന് നല്ല കഠിനമായ പ്രഷർ വരുന്നത് കൊണ്ട് അതിനെ സെൻസർ ചെയ്യണം, നിങ്ങൾ അതിനെ സീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടെത്തിയ എൻറിച്ച്ഡ് യുറേനിയം കുറച്ച് അവിടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള ആ ഒരു പരിധിയിൽ എത്തിച്ച യുറേനിയമാണ്. അത് ഉണ്ടാക്കാനുള്ള മിഷനാണ് ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ അടിച്ച് തവിട് പൊടിയാക്കിയത്. അപ്പോൾ ഇതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണെന്ന് ഇറാൻ ഓഫർ ചെയ്യുന്നുണ്ട്, അത് വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ അതിനെ ചൊല്ലിയുള്ള പ്രഷർ, ഒരു രാജ്യം ഒരു മര്യാദയ്ക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറയും, പക്ഷേ അതാരും പോയി അങ്ങനെ എടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ അവരുടെ തന്നെ പറയലാണ്, നിങ്ങൾ എവിടെയെങ്കിലും അത് റീലൊക്കേറ്റ് ചെയ്തോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കൂ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഇറാൻ തന്നെ സ്വമേധയാ സമ്മതിച്ചതും, ഇതിപ്പോൾ ഇവര് ഫോഴ്സ്ഫുള്ളി അത് കസ്റ്റഡിയിൽ എടുക്കണം, അതായത് അതിനെ സീസ് ചെയ്യണം എന്നാണ് ഇപ്പോൾ പറയുന്നത്, സെൻസർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത് ഇറാനെ ഒരു പ്രകോപിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ 2 വിഷയങ്ങളിലാണ് ഇറാനെതിരെ തിരിഞ്ഞത്. അത് ഒന്ന്, ഒരു യൂറോപ്യൻ സിറ്റിസനെ ഇവര് വധിച്ചതാണ്. ഇവര് പബ്ലിക്കലിയാണ് വധിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇറാനിയൻ ഒറിജിൻ, അതേപോലെ യൂറോപ്യൻ സിറ്റിസൺ ആയിരുന്നു. അതൊരു കേസ് ഇങ്ങനെ കിടപ്പുണ്ട്. അതിനുശേഷമാണ് യൂറോപ്പ് കുറച്ചുകൂടെ കൺസേൺ എടുത്തത്, യുവമാരുടെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നുള്ളത്. അതായത് യൂറോപ്യൻ യൂണിയൻ അതിന് മുമ്പ് വരെ ഇസ്രായേലിനെ ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുകയും ഈ ഒരു ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവർ പെരുമാറിയത്. വേറൊരു രാജ്യത്തുള്ള സിറ്റിസനെ പിടിച്ച് വധിക്കുമ്പോഴത്തേക്കും ആ രാജ്യത്തിന്റെ കൺസേൺ, അവിടേക്ക് ഒരു നീതിബോധം പുലർത്തേണ്ടതുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഈ
ഖലീഫറ്റ് റൂളിങ്ങിന്റെ കീഴിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ റഷ്യക്ക് ഈ ഒരു വെപ്പൺ സപ്ലൈ ചെയ്തു എന്നുള്ള ഒരു ഇത്. കാരണം റഷ്യക്ക് വെപ്പൺ സപ്ലൈ ചെയ്യുന്ന യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ബാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ. അപ്പൊ ആ രീതിയിലുള്ള ഒരു വിഷയം. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ന്യൂക്ലിയർ ഏജൻസി വിട്ട് പരിശോധിച്ചപ്പോഴത്തേക്കും അവിടെ കണ്ടെത്തി ന്യൂക്ലിയറിന്റെ ഇത്. പിന്നെ ഇവർ ഇപ്പൊ ആ ന്യൂക്ലിയർ ഏജൻസി, അതായത് ഇപ്പൊ IAEA ആ ഏജൻസി പറയുന്നത് അവർ ഫുള്ളി കോഓപ്പറേറ്റ് ചെയ്തില്ല ഇറാൻ. അതായത് അവരുടെ എല്ലാ ന്യൂക്ലിയർ സ്ഥാപനങ്ങളും ഞങ്ങളെ തുറന്ന് കാണിച്ചില്ല, ഓൺലി 2 മാത്രമേ ഇവർ കാണിച്ചുള്ളൂ. ഇപ്പൊ ഈ ഇസ്രയേലൊക്കെ പുറത്തു വിട്ടല്ലോ ഈ പാർച്ചിൻ എന്ന് പറഞ്ഞ്, ആ സ്ഥലമൊന്നും ഇവർ മെൻഷൻ ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇവിടെ ഒരു പ്രശ്നവും ഒരു ചോദ്യവുമായിട്ട് ഉയരുന്നത്. അപ്പൊ ഇങ്ങനെ എത്ര സ്ഥാപനങ്ങൾ ഇനി ഉണ്ട്, ഇതൊക്കെ തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിസിറ്റില്ലേ, ഈ ഒരു ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ ഒരു വിസിറ്റ് അവിടെ ഒരു ലിറ്ററലി ഒരു യൂസ്ലെസ് ആയിട്ടുള്ള വിസിറ്റ് ആയിട്ടാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. പിന്നെ ഇസ്രയേലും US കൂടെ ചേർന്ന് ഗാസയ്ക്കുള്ളിൽ ഒരു സ്റ്റഡി ടീമിനെ അയക്കുന്നുണ്ട്. ആ സ്റ്റഡി ടീം എന്തിനാണെന്ന് പറഞ്ഞാൽ ഇസ്രയേൽ, അതായത് IDFന്റെ സൈഡിൽ നിന്ന് ഈ ഗാസയിലുള്ള സാധാരണ ജീവനക്കാർക്ക്, നോർമൽ സിവിലിയൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇന്ന് മുതൽ അവിടെ നടപ്പിലാക്കാൻ പോവുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ജയിച്ചതിന്റെ പിറ്റേന്ന് എടുത്ത ഒരു തീരുമാനമാണ്. അതായത് ഇവർ ഇസ്രയേലിന് ആയുധം ഇനി കൊടുക്കരുത്, എംബാർക്ക് ഇസ്രയേൽ ആംസ് എന്ന് പറഞ്ഞുള്ള ഒരു പിന്നെ സെനറ്റിൽ, US സെനറ്റിൽ ഇതിനെക്കുറിച്ച് സംസാരമുണ്ടായി. ആ ഒരു സമയത്താണ് പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ശരിക്കും ഈ ഒരു പ്രമേയത്തെ എതിർത്തുകൊണ്ട് ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ ചോദ്യം ചെയ്തത്. അപ്പോഴാണ് ഇങ്ങനൊരു ആശയം ഉന്നയിച്ചത്. റിപ്പബ്ലിക്കൻ പാർട്ടിയും തന്നെയാണ് ഈ ഒരു ആശയം ഉന്നയിച്ചത്. നമുക്കൊരു സ്റ്റഡി ടീമിനെ വെക്കാം, അവിടെ പോയിട്ട് സ്റ്റഡി ചെയ്യാം, അതല്ലേ അതിന്റെ ശരി എന്നുള്ള രീതി. നെതന്യാഹു വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ബൈഡനെതിരെ പറഞ്ഞിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ വാറിൽ ബൈഡന്റെ കോപ്പറേഷൻ വളരെ ലോ ആയിരുന്നു എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അത് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ഗ്ലോബലി വിസിബിൾ ആണ്. അപ്പൊ അടുത്ത ത്രെട്ട് ഇനി കൊടുക്കാൻ പോകുന്നത് തുർക്കിക്കാണ്. നല്ല രീതിയിലുള്ള പ്രഷർ, അതായത് ഈ ഒരു ഹമാസ് ലീഡേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ തുർക്കിയിൽ എന്ത് ഡിസിഷൻസ് ആണ് എടുക്കാൻ പോകുന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റൂ. ആ ന്യൂസിന്റെ ഡെവലപ്മെന്റ്സ് ഓൺ ദ വേയിലാണ്. കാരണം അവർ ഇന്ന് അവിടെ പോയതേ ഉള്ളൂ, ഇനി അറിയാം. കാരണം തുർക്കി ഒരു നാറ്റോ മെമ്പറാണ്. അപ്പൊ നാറ്റോ മെമ്പറായിട്ടിരിക്കുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണോ തീവ്രവാദികളെ സംരക്ഷിക്കുക എന്നുള്ളത്? ഇതൊരു ചോദ്യമായിട്ട് വരും. അതിന് എർദോഗൻ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ പുള്ളി ഓൾറെഡി ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിൽ അതിന് ഹമാസിനെ ആരും ഇവിടെ തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി അതിനെ വെസ്റ്റേൺ കൺട്രീസ്, അത് US ഉൾപ്പെടെയുള്ള, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ കണ്ടംപ്റ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിനെ ഗണ്ണിക്കാൻ പോകുന്നത്, ഇത് ഏത് രീതിയിലാണ് നടക്കാൻ പോകുന്നതാണ്. കാരണം ഈ ഹമാസിനുള്ള പല രീതിയിലുള്ള ഫണ്ടിങ് സിസ്റ്റം വരെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട് US ന്ന്. അപ്പൊ ഇതൊക്കെ എർദോഗൻ, അതായത് ലീഗലി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ലൂപ്പ് ഹോൾ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ സംരക്ഷിക്കാം എന്നാണ് എർദോഗന്റെ ഒരു നിലപാടെന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഒരു സീസ് ഫയറിന്റെ പ്ലാനുമായി USA മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ലെബനാനിൽ പോയി ലെബനാനിന്റെ പാർലമെന്റ് സ്പീക്കറുമായിട്ടാണ് സംസാരിച്ചത്. US ഡിപ്ലോമാറ്റ് ആമോസ് ആണ് അതിന്റെ പുറകിൽ പിന്നെ ചുക്കാൻ പിടിച്ച ആള്. പുള്ളി ഇന്ന് ഇസ്രയേലിലുണ്ട്. പക്ഷെ ഇസ്രയേലിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിച്ചത് ലെബനാന്റെ പിന്നെ പാർലമെന്റേറിയന്റെ അടുത്താണ് നിങ്ങൾ സംസാരിച്ചത്. പക്ഷെ ഇവിടെ വാർ നടത്തുന്നത് ഹെസ്ബുള്ളയാണ്. ഹെസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് എന്താണ് ഉറപ്പ്? നമ്പർ 1 അത്. രണ്ടാമത്, ഹിസ്ബുള്ളയെ ഞങ്ങൾ കരുതിയിരിക്കുന്നത് ടെററിസ്റ്റുകളായിട്ടാണ്. ലെബനാനുമായിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല. ലെബനാൻ പീസ് ട്രീറ്റി വെക്കുന്നു, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഹെസ്ബുള്ളയെ ലെബനാനിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്രായേലിന്റെ നിലപാട്. അതായത് ഇപ്പം ബെഞ്ചമിൻ നെതന്യാഹു വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഹെസ്ബുള്ളയെ ലെബനാനിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്പർ 1. രണ്ടാമത്, ഇനി അഥവാ എന്തെങ്കിലും ഈ ഒരു ബഫർ സോൺ ഏരിയയിൽ എന്തെങ്കിലും ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ വിതൗട്ട് എനി പെർമിഷനോട് കൂടി, വിതൗട്ട് എനി പ്രയർ നോട്ടീസോട് കൂടി അതിനെ അറ്റാക്ക് ചെയ്യും. ഇസ്രായേലിന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ അറ്റാക്ക് ചെയ്യും, എയർ സ്ട്രൈക്ക് തന്നെ ചെയ്യും. ഇതാണ് ബെഞ്ചമിൻ നെതന്യാഹു വെക്കുന്ന ഒരു ഇത്. സീസ് ഫയർ ഒക്കെ അവിടെ വന്നോട്ട്. കാരണം ഇസ്രായേലുമായിട്ട് കാലാകാലങ്ങളിൽ എല്ലാ വാറിലും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സീസ് ഫയർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സീസ് ഫയർ ഒരു വാറിന്റെ സൊല്യൂഷൻ അല്ല, അതാദ്യം മനസ്സിലാക്കണം. സീസ് ഫയർ എന്ന് പറയുന്നത് താൽക്കാലിക വെടിനിർത്തലാണ്. ഈ താൽക്കാലിക വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ അത് ഏത് നേരത്തും തുടങ്ങാവുന്ന അവസ്ഥയാണ്. ആ സീസ് ഫയറുകൾ തന്നെയാണ് കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ 5 വർഷം 6 വർഷം 10 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം തീരാതെ പോകുന്നത്. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഇല്ല. ഇസ്രായേലുമായിട്ട് ഉണ്ടായ വാറെല്ലാം തൽക്കാലം ഇസ്രായേലിന്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മെത്തേഡ് ഉണ്ട്. ആ അറ്റാക്കിംഗ് പുറത്തെടുക്കുമ്പോൾ ഇവരൊന്ന് സീസ് ഫയർ ഇടും. പിന്നെ ഇസ്രായേൽ എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് സീസ് ഫയറിലോട്ട് മാറി അങ്ങ് തീരും. എന്നാൽ പിന്നെ എന്തിനു വെറുതെ പഠിക്കുന്നു പറഞ്ഞിട്ട് മാറിയിരിക്കും. പിന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാർക്ക് തുടങ്ങുമ്പോഴത്തേക്ക് വീണ്ടും ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും. പതിയെ അടിച്ചടിച്ച് ഇസ്രായേൽ നല്ല രീതിയിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് അറ്റാക്ക് ചെയ്ത് നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് സീസ് ഫയർ ഇടും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇത്തവണ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. കുറച്ച് ഒരു മുൻവിധികളുണ്ട് ഇസ്രായേലിന്. അതിനനുസരിച്ചായിരിക്കും നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സീസ് ഫയർ കുറച്ച് ഡിലേ ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ചൊല്ലി G20 നടക്കുന്നുണ്ടല്ലോ, ബ്രസീലിലാണ് G20 നടക്കുന്നത്. അവിടെ പ്രൈം മിനിസ്റ്റർ മോദി ഉൾപ്പെടെയുള്ള പിന്നെ രാഷ്ട്രീയ തലവന്മാരൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റിലുള്ള ഈ ഒരു ക്രൈസിസിനെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ
സീസ് ഫയർ ലെബനാനിൽ മാത്രമല്ല, അതായത് ഇപ്പോൾ ലെബനാനിൽ ഇപ്പോൾ ഒരു സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് നോട്ട് അവിടെ പറഞ്ഞപ്പോൾ അമേരിക്കൻ സൈഡിൽ നിന്ന് പറഞ്ഞപ്പോഴത്തേക്കും ടീം മെമ്പേഴ്സ് എല്ലാം പറഞ്ഞത്, അതായത് ലെബനാനിൽ മാത്രമല്ല പിന്നെ ഗാസയിലും കൂടെ സീസ് ഫയർ കൊണ്ടുവരണം. അതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഹമാസ് എത്രയും വേഗം ഈ ബന്ദികളെ റിലീസ് ചെയ്യണം. ബന്ദികളെ റിലീസ് ചെയ്യാതെ യാതൊരുവിധ കോംപ്രമൈസിനോ ഒരു ഫർദർ എസ്കലേഷൻ ഓഫ് ടോക്കിനോ തയ്യാറല്ല എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കോമൺലി അവർ വാർ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന്റെ കോർ ഇഷ്യൂ ഉള്ളിൽ പോയി നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫസ്റ്റ് വയ്ക്കുന്ന റിക്വസ്റ്റ് ഈ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത്. ബന്ദികളെ മോചിപ്പിച്ചിട്ട് മാത്രമേ ഇസ്രായേലുമായിട്ട് സീസ് ഫയറിന് സംസാരിക്കാൻ പറ്റൂ. അതാണ് നിലപാട്. ഇറാൻ കഴിഞ്ഞ മാസം മാത്രം 166 പേരെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, തൂക്കി കൊന്നിട്ടുണ്ട് 166 പേരെ. അതിൽ 20 പേരെ പബ്ലിക്കലി കൊന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ മാസം നമ്മളൊക്കെ സുഖമായിട്ട് ഇങ്ങനെ നടന്നു തിരിയുമ്പോഴത്തേക്കും അവിടെ 20 പേരെ പബ്ലിക്കലി തൂക്കി കൊന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് മൊറാലിറ്റി എന്ന് പറയുന്നത് അത് ഇങ്ങനെ തൂക്കിക്കൊല്ലുന്നത് കൊണ്ടൊരു മൊറാലിറ്റി ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതും ഒരു വയലൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതൊരു മനുഷ്യനെ കൊല്ലാം എന്നുള്ള രീതിയിലുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് അവിടെ കാണിക്കുന്നത്. അല്ല തെറ്റ് ചെയ്താൽ ഇങ്ങനെ ശിക്ഷ കിട്ടും, അത് അങ്ങനെയൊന്നും പേടിയൊന്നും വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തെറ്റുകൾ, എന്നാൽ പിന്നെ അങ്ങനെ തെറ്റ് ചെയ്തവനെ ഇങ്ങനെ തൂക്കി കൊന്നു കഴിഞ്ഞാൽ ഇനി തെറ്റേ ഉണ്ടാവത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനൊക്കെ അറുതി എപ്പോഴേ ഉണ്ടാവേണ്ടതാണ്. ഇപ്പോഴും ഈ തൂക്കിക്കൊല്ലാൽ തുടരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ 166 പേരിൽ 64 പേരെ മരുന്ന് കച്ചവടത്തിനാണ്, ഈ മയക്കമരുന്ന് കച്ചവടമല്ലേ അതിന്റെ പേരിലാണ് തൂക്കിക്കൊന്നിരിക്കുന്നത്. മയക്കമരുന്ന് കച്ചവടത്തിന്റെ പേരിലാണ് തൂക്കിക്കൊന്നിരിക്കുന്നത്. മയക്കമരുന്ന് കച്ചവടമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേറെ, മയക്കമരുന്ന് ഉപയോഗമാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. മയക്കമരുന്ന് കച്ചവടമാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഡീറ്റെയിൻ ചെയ്യേണ്ടതാണ്. നിശ്ചിത കാലത്തേക്ക് അവർ ഇവിടെ ജയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ വരുമ്പോഴത്തേക്കും അവർ വേറെ ആളായിട്ട് മാറിയിട്ടുണ്ടാവും. ഇസ്രായേലിന്റെ പിന്നെ എയർപോർട്ടിൽ ഫ്ലൈറ്റുകളെല്ലാം റദ്ദാക്കിയത് കൊണ്ട് അവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൺലി വൺ, അതായത് ഈ ഫ്ലൈ ദുബായ്, എമിറേറ്റ്സിന്റെ ഫ്ലൈ ദുബായും എത്തിഹാദ് എയർവേസുമാണ് നിലവിൽ അവിടെ ഫോറിൻ കൺട്രീസിലുള്ള സർവീസ് നടത്തുന്നത്. പിന്നെ വല്ലപ്പോഴും കൂടെ ചില യൂറോപ്യൻ കൺട്രീസിന്റെ ഫ്ലൈറ്റ്സ് ഒക്കെ വന്നു പോകുന്നുണ്ട്. അപ്പൊ എൽ എയർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ എയർവേസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് 260% ഈ ഒരു വാർ തുടങ്ങിയതിനു ശേഷം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ഗാസയിൽ ഒരു IDF സോൾജർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓപ്പറേഷനിൽ ഇരുന്ന സമയത്താണ് അത് കൊല്ലപ്പെട്ടത്. അപ്പം ഇതോടുകൂടി ഏതാണ്ട് ഗാസയിൽ മാത്രം 300-ലധികം സോൾജേഴ്സ് IDF സോൾജേഴ്സ് പിന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ടോട്ടലി 800 സോൾജേഴ്സിലധികം ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോഴും ഡെയിലി അവിടെ 2-3 റോക്കറ്റ് അറ്റാക്കുകളും 2-3 സോൾജേഴ്സും മരണപ്പെടുന്നു. ഇതൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലാഷ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുമ്പോട്ടും പുറകോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറുതി എന്ന് പറഞ്ഞാൽ എയർ സ്ട്രൈക്ക് തന്നെയാണ് ഇസ്രായേൽ ഇപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഇൻഫാക്ട് ഇന്നലെ ഗാസയിൽ പോലും ഒരു എയർ സ്ട്രൈക്ക് നടത്തി എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇറാന്റെ കാര്യം ഒരു കട്ട പോകുകയാണ്. ഈ മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞ് ട്രംപ് പറഞ്ഞ ഒരു വാക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഗ്ലോബലി യൂസ് ചെയ്യപ്പെടുകയാണ്, പ്രത്യേകിച്ച് ഇറാനെതിരെ യൂസ് ചെയ്യപ്പെടുകയാണെന്നുള്ളതാണ്. അതൊരു കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ്മാന്റെ ഒരു വാക്ക് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലെ വെറുതെ പറഞ്ഞു പോയതല്ല. നമ്മൾ കണ്ടപ്പം പുള്ളി ഇങ്ങനെ വെറുതെ ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു പോയതുപോലെ തോന്നിയെങ്കിലും മാക്സിമം പ്രഷർ പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഇന്നലെ ഡച്ച് കമ്പനി അവർക്കെതിരെ ഈ ഷിപ്പിങ്ങിന് ഇവരുടെ ഇല്ലീഗൽ ഓയിൽ ട്രേഡിങ്ങിനെ കണ്ടെത്തി ആ ഒരു കമ്പനിക്കെതിരെ സാങ്ഷൻ ഇട്ടിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ US ഭാഗത്തു നിന്ന് വേറെയും സാങ്ഷനുകൾ വേറെയുണ്ട്. ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്ന് ഒരു ട്രേഡിന്റെ എക്കണോമിക് ഉപരോധം, ഒരു സാമ്പത്തിക ഉപരോധം അവിടെയും നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ UK നോക്കിക്കഴിഞ്ഞാൽ UK ഇവരുടെ ഒരു ഷിപ്പിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പിന്നെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇറാൻ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ ഇറാൻ ട്രാപ്ഡ് ആണ്, ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം എന്റെ ഒരു അഭിപ്രായത്തിൽ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ലെബനാന്റെ അടുത്ത്, എന്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് പൈൽസ് ഉണ്ട്, അതായത് കുറച്ചേ ഉള്ളൂ സ്റ്റോക്ക്, ആ സ്റ്റോക്ക് തീരുന്നവരെ നമുക്ക് ഫൈറ്റ് ചെയ്യാം, അത് കഴിഞ്ഞാൽ പതിയെ സീസ് ഫയർ എന്നൊക്കെ പറഞ്ഞ് വലിഞ്ഞ് ഉള്ളോട്ട് മാറാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഈ ഒരു വാറിൽ ഇപ്പം ഇറാൻ ഇപ്പൊ അടുത്തൊരു ഭീഷണിയൊന്നും ഉയർത്താനുള്ള ഇപ്പോൾ ഒരു സാധ്യതയും കാണുന്നില്ല, ഒരു രീതിയിലുള്ള സാധ്യതയും കാണുന്നില്ല. ആയത്തുള്ള ഖമനേയി തന്നെ ജീവിച്ചിരിപ്പോണ്ടോ കോമ എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് പുള്ളി മരണപ്പെട്ടിട്ട് അവർ മറച്ചു വെച്ചിരിക്കുന്നതാണോ കൃത്യസമയത്ത് വെളിയിൽ പറയാമെന്നുള്ള രീതിയിൽ ഇതൊന്നും നമുക്ക് അറിയത്തില്ല. ഈ അവസ്ഥയാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ പാലസ്തീനെ കുറിച്ചും ഈ ഗാസയെ കുറിച്ചും ഇവർ നേരിട്ട ആ ഒരു എക്സ്പീരിയൻസ്, ഒരു 5 വയസ്സിൽ ഇവർ ഹമാസിന്റെ ഒരു അറ്റാക്ക് നേരിട്ട ഒരു വ്യക്തിയാണ്. Was next to the car. He looked me straight in the eyes. And the third time that my mom said, Lucy, there was this hitting the ground. I was trying to lift myself up. I looked at one side, I saw my mom crying. I looked at the other side, I saw my uncle's wife screaming to death. And I looked up and I saw my cousin going into flames, and my father was trying to put down the fire. Screaming, oh, my father, help us. We are Arabs like you, help us. Nobody reached out. Nobody helped us. Everybody were watching it like it's a really bad action movie. And for me,
For a long time, I hated Palestinians. I hate Palestinians. ഈ ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ? ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അറബ് ഇസ്രയേലി വിമൺ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്യാം. അത് കാണണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് പോയി കണ്ടോളൂ. കാരണം അവർ കൺഫെന്റ് ചെയ്ത് ഒരു നെയിൽ പോളിഷ് മേടിക്കാൻ ഒരു കടയിൽ നിർത്തിയിട്ട് ഒരു റെഡ് കളർ നെയിൽ പോളിഷ് മേടിച്ച ഒരു കഥയാണ് പറയുന്നത്. ഒരു 5 വയസ്സായിരിക്കുമ്പോൾ അവർ നെയിൽ പോളിഷ് മേടിച്ചതും അപ്പോഴത്തേക്കും അവർ നേരിട്ട ഒരു ഗാസയിൽ നിന്നും അവർ ഈ ഹമാസിന്റെ ഒരു ഇന്തിഫാദ അതൊക്കെ തുടങ്ങിയ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട ഒരു എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇപ്പം സമഗ്രമായി നടന്നുകൊണ്ടിരിക്കുന്ന മിഡിൽ ഈസ്റ്റിലുള്ള ഒരു അപ്ഡേറ്റ്. അപ്പൊ എപ്പോഴത്തെയും പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.